മക്കളെ, കുസാറ്റ് അഥവാ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള, അതേപോലെ ബിടെക് ലാറ്ററൽ എൻട്രി പ്രോഗ്രാമുകളിലേക്കുള്ള ഓൺലൈൻ മാർക്ക് എൻട്രിയും അതേപോലെ ഓപ്ഷൻ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NCL ഡോക്യുമെന്റ് പോലുള്ളത് അപ്ലോഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ. അതായത് കുസാറ്റിൻ്റെ ബിടെക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികളാണ് ഈ പ്രൊസീജിയർ ചെയ്യേണ്ടത്. അതിലെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ദ റാങ്ക് ലിസ്റ്റ് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺലി ഓൺ ദ കാറ്റ് എക്സാം. അതായത് കുസാറ്റ് നടത്തിയ കാറ്റ് എക്സാമിന്റെ ബേസിലാണ് ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ആ സൈറ്റിൽ നിന്ന് എടുക്കാം. ഈ വീഡിയോയുടെ എൻഡിൽ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് നോക്കുക എന്നും കാണിക്കാം. രണ്ടാമത് പറഞ്ഞു, അപ്പോൾ ആ കുട്ടികൾക്ക് മാത്രം, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ഇത് ബാധകം. രണ്ടാമത്തേത് കാൻഡിഡേറ്റ്സ് ഹു ആർ ഇൻ ദ റാങ്ക് ലിസ്റ്റ് ഫോർ അഡ്മിഷൻ. ഈ അഡ്മിഷൻ സെഷന് ഇവർക്ക് മാത്രമാണ് യോഗ്യത ഉള്ളത്. മാത്രമല്ല, ബിടെക് പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? ഷുഡ് ഇൻവേരിയബ്ലി സബ്മിറ്റ് ദെയർ മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ ക്വാളിഫയിങ് എക്സാം. അതായത് +2 കിട്ടിയ മാർക്ക് അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ രജിസ്റ്റർ ദെയർ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം ത്രൂ ദ ലോഗിൻ പേജ്. അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് അതിന്റെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുകയും വേണം. സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ദോസ് ഹു ഫെയിൽ ടു സബ്മിറ്റ് ദെയർ മാർക്ക് ആൻഡ് രജിസ്റ്റർ ദെയർ ഓപ്ഷൻ. മാർക്ക് അപ്ലോഡ് ചെയ്യാത്ത, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്തവരെ വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ ദ അഡ്മിഷൻ. ഹയർ സെക്കൻഡറി മാർക്ക് കൊടുക്കാത്ത, അതുപോലെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്ത ആരെയും ഈ പ്രോഗ്രാമിന് പരിഗണിക്കില്ല. അതേപോലെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് ബിടെക് പ്രോഗ്രാമുകൾക്ക് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ, നിങ്ങൾക്ക് NCL ഡോക്യുമെന്റോ മറ്റോ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള സമയവും ഇപ്പോൾ തന്നെ കിട്ടും. ഇനി നാലാമത് പറഞ്ഞിട്ടുണ്ട്, ദ കാൻഡിഡേറ്റ് ക്യാൻ മോഡിഫൈ ഓർ എഡിറ്റ് ദ ഓപ്ഷൻ വൺസ് എക്സസൈസ്ഡ് ബൈ ദം ടിൽ ദ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഈ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ അവസാന ദിവസം വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ എന്താണോ നിങ്ങളുടെ ഓപ്ഷൻ അവിടെ ബാക്കി ഉണ്ടാവുക അതാണ് അലോട്ട്മെന്റിന് പരിഗണിക്കുക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ രജിസ്റ്റർ ചെയ്തതുകൊണ്ടോ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്തതുകൊണ്ടോ നിങ്ങൾക്ക് സീറ്റ് കിട്ടണമെന്നില്ല. നിങ്ങളുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ടും, പിന്നെ ആ റാങ്ക് ഒക്കെ കിട്ടി, നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ മുമ്പ് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റുകളെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ കിട്ടുക. ഇപ്പൊ നിങ്ങൾ കൊടുത്ത മാർക്ക് തെറ്റാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾ കൊടുത്ത മാർക്ക് തെറ്റാണ്, ആ ഡോക്യുമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവുകയും ചെയ്യും. അതും ശ്രദ്ധിക്കണം. അതേപോലെ ബേസ്ഡ് ഓൺ ദ ഓപ്ഷൻ സബ്മിറ്റഡ് ബൈ ദ കാൻഡിഡേറ്റ് കൊടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ചാണ്, അതേപോലെ അവരുടെ എലിജിബിലിറ്റിയും ഒക്കെ അനുസരിച്ചാണ് ഏത് ബ്രാഞ്ചാണ് ഓരോ കുട്ടികൾക്കും അലോട്ട് ചെയ്യുന്നത്, എവിടെ ഏത് ക്യാമ്പസിലാണ് എന്നൊക്കെ തീരുമാനിക്കപ്പെടുക റാങ്കിനനുസരിച്ചാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ പേ ദ റിക്വസിറ്റ് ഫീ. അപ്പോൾ പിന്നീട് നോട്ടിഫിക്കേഷൻ അലോട്ട്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ ഫീസിന്റെ ഡീറ്റെയിൽ വരും. നിങ്ങൾക്ക് അടയ്ക്കേണ്ട ഫീ എത്രയാണെന്നൊക്കെ സ്പെസിഫൈ ചെയ്യും. അത് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, നോർമലി ഒരു പബ്ലിക് നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കും വരിക. എങ്കിലും നിങ്ങളുടെ ഫോണും മെയിലും ഒക്കെ ചെക്ക് ചെയ്തേക്കുക. ആ പ്രോസസ്സ്, നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ ഫീ അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ അല്ലെങ്കിൽ ആ സീറ്റ് കൺഫേം ആവുകയൊക്കെ ചെയ്യുള്ളൂ. അതൊക്കെ അലോട്ട്മെന്റ് വന്നതിന് ശേഷമാണ്. ഇപ്പൊ ഞാൻ ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ച് മാത്രം പറയുന്നു. ജനറൽ ഇൻസ്ട്രക്ഷനിലെ 8ാമത് പറഞ്ഞിട്ടുണ്ട്, ഇഫ് എ കാൻഡിഡേറ്റ് ഫെയിൽസ് ടു പ്രൊഡ്യൂസ് എ റിക്വയർഡ് സർട്ടിഫിക്കറ്റ് അറ്റ് ദ ടൈം ഓഫ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഓർ ഫെയിൽസ് ടു പേ ദ ഫീ. അതായത് നിങ്ങളുടെ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റുകൾ, നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെയോ ഫീ അടയ്ക്കാതെയോ ഇരുന്നാൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവും. അത് ശ്രദ്ധിക്കുക. അതേപോലെ രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്, വെരിഫിക്കേഷൻ ഓഫ് ദ എലിജിബിലിറ്റി ഓഫ് കാൻഡിഡേറ്റ് ഫോർ അഡ്മിഷൻ ടു ദ പ്രോഗ്രാം ഈസ് ഡൺ ബൈ ദ യൂണിവേഴ്സിറ്റി ഓൺലി ആഫ്റ്റർ ദ അലോട്ട്മെന്റ് ഓഫ് സീറ്റ്. അതായത് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ വെരിഫിക്കേഷൻ ഒക്കെ നടത്തുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരുന്ന ഡോക്യുമെന്റ് എന്തെങ്കിലും മിസ്സാവുകയോ അല്ലെങ്കിൽ തെറ്റായതോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അഡ്മിഷൻ മിസ്സാവും. അതേപോലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് മാത്രമാണ് നിങ്ങളെ പരിഗണിക്കുക. നിങ്ങൾ കൊടുക്കാത്ത ഒരു ഓപ്ഷനിൽ നിങ്ങളെ പരിഗണിക്കില്ല. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻസേ കൊടുക്കാവൂ. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസേ പരിഗണിക്കൂ. ഇനി അത് കിട്ടിയതിന് ശേഷം എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത റൗണ്ടിൽ നിങ്ങൾ ഉണ്ടാവില്ല, പുറത്താവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് മാത്രമേ കൊടുക്കാവൂ, വാരി വലിച്ചു കൊടുക്കരുത്. ഇനി അതേപോലെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓപ്ഷൻ രജിസ്ട്രേഷൻ. ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് നോക്കുക, ജൂൺ 20-ാം തീയതിയാണ്. രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവും. അപ്പൊ ജൂൺ 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുകൂടി ഓർക്കുക, നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇനി ഹൗ ടു രജിസ്റ്റർ ഓൺലൈൻ ഓപ്ഷൻ, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അവർ നോട്ടിഫിക്കേഷനിൽ തന്നെ തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ കാൻഡിഡേറ്റ് ആദ്യം നിങ്ങൾ കുസാറ്റിന്റെ സൈറ്റിൽ കയറുക. കുസാറ്റിന്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് കയറുക.
അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഹു ഹാവ് നോട്ട് യെറ്റ് അപ്ഡേറ്റഡ് NCL സ്റ്റാറ്റസ്. NCL അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് വൺ ടൈം ചാൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NCL അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഇനി ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ഏതൊക്കെ ക്യാമ്പസിലാണ് ഉള്ളത് എന്നുള്ളൊരു ധാരണ ആദ്യം തന്നെ ഉണ്ടാവണം. ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ആ പ്രോഗ്രാമുകൾ കാണിക്കാം. Then, in order to register the option, candidate should log in to their home page. ഹോം പേജിൽ കയറുക, അതിൽ ലോഗിൻ എന്നുള്ള ID, ലോഗിൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അങ്ങനെ കാൻഡിഡേറ്റിന്റെ ഹോം പേജിൽ നിങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് എൻട്രി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ മാർക്ക് എൻട്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, +2 മാർക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. ചില ഇപ്പൊ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് +1 +2 രണ്ടിന്റെയും മാർക്കുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ദ കമ്പൈൻഡ് മാർക്ക് +1 +2ന്റെയും കൂടെ ചേർത്ത് മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. +2 ചോദിക്കുന്നിടത്ത് +2 മാത്രവും കൊടുക്കാം. ഹയർ സെക്കൻഡറി മാർക്ക് ചോദിക്കുന്നിടത്ത് രണ്ടും കൊടുക്കാം. +2 ചോദിക്കുന്നിടത്ത് +2 മാത്രമായിട്ടും കൊടുക്കാം. ഇനി CBSE പോലുള്ള സിലബസിലുള്ള കുട്ടികൾക്ക് +2 മാത്രമാണ്. അവർ രണ്ട് സ്ഥലത്തും +2 മാത്രം കൊടുത്താൽ മതി. ഹയർ സെക്കൻഡറി ചോദിക്കുന്നിടത്തും +2 കൊടുക്കുക, +2 കൊടുക്കുന്നിടത്തും +2 ചോദിക്കുക. നേരെ തിരിച്ച് ബാക്കിയുള്ളവര് ഹയർ സെക്കൻഡറി ചോദിക്കുന്നിടത്ത് +1 +2 രണ്ടും ചേർത്ത് കൊടുക്കുക, +2 ചോദിക്കുന്നിടത്ത് +2 മാത്രമായിട്ടും കൊടുക്കുക. അവർക്ക് രണ്ടായി തന്നെ കൊടുക്കാം. CBSE-കാർക്ക് രണ്ട് സ്ഥലത്തും +2 മാർക്ക് തന്നെ, സെയിം മാർക്ക് തന്നെ അപ്ലോഡ് ചെയ്ത് പോകാവുന്നതാണ്. ഇനി ആഫ്റ്റർ സബ്മിറ്റിംഗ് മാർക്ക് എല്ലാം സബ്മിറ്റ് ചെയ്തതിനു ശേഷം കാൻഡിഡേറ്റ് ഷുഡ് പ്രൊസീഡ് ഫോർ ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് പോവാം. അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് വരാം. അങ്ങനെ ഓപ്ഷൻസ് ടാബ് അല്ലെങ്കിൽ ആ ഓപ്ഷൻ അല്ലെങ്കിൽ ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ആഗ്രഹമുള്ള എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതിൽ ഏത് ബ്രാഞ്ചും ഏത് കാറ്റഗറിയും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ക്യാമ്പസുകളും ഒക്കെ അതിൽ സെലക്ട് ചെയ്യാം. അതിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം. അവിടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ഓപ്ഷൻ, അവിടെ കിട്ടിയില്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ, അവിടെ കിട്ടിയില്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ, ഇങ്ങനെ കൊടുക്കുക. അല്ലാതെ കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻ 10ാമത്തേതാണെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ആദ്യം വെക്കേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തോളുക. അപ്പൊ നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമെങ്കിൽ അവർ തരും. ഒന്നാമത്തെ ഓപ്ഷൻ തരാൻ പറ്റില്ലെങ്കിൽ രണ്ടാമത്തേത് കൺസിഡർ ചെയ്യൂ, അല്ലെങ്കിൽ മൂന്നാമത്തേത് കൺസിഡർ ചെയ്യൂ. അതാണ് അതിന്റെ ഓർഡർ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ളത് ആദ്യം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് കിട്ടുമ്പോഴും ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റ് കിട്ടുമ്പോഴും ഇതിൽ ഈ സ്റ്റേറ്റ് മെറിറ്റ് കേരള കാൻഡിഡേറ്റ് അല്ലെങ്കിൽ കേരള നേറ്റീവ് ആയിരിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിന് ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റിനെ കഴിഞ്ഞും ഫീസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യുക, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ തൊട്ടടുത്ത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ ഓൾ ഇന്ത്യ കൊടുക്കാം. അതിന്റെ റീസൺ, നിങ്ങൾ ഈ ഓൾ ഇന്ത്യ മേലെ കൊണ്ട് വെച്ചാൽ ഹയർ ഫീസ്, നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ നിങ്ങൾ കൂടിയ ഫീസ് അടക്കേണ്ടി വരും. അതുകൊണ്ട് ഫീസ് കുറഞ്ഞ സ്റ്റേറ്റ് മെറിറ്റ് ആദ്യം വെച്ചിട്ട് അതിനുശേഷം ഓൾ ഇന്ത്യ മെറിറ്റ് വെക്കാൻ ശ്രദ്ധിക്കാം. ഇനി NRI കാൻഡിഡേറ്റ് അറ്റ്ലീസ്റ്റ് ഒരു NRI ഓപ്ഷനെങ്കിലും വെച്ചിട്ടുണ്ടാവണം. അതുപോലെ സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി, അതായത് ഗൾഫ് വർക്കേഴ്സിന്റെ കുട്ടികൾ, ചൈൽഡ് ഓഫ് കുസാറ്റ് സ്റ്റാഫ് കാറ്റഗറിയിൽപ്പെട്ടവർ, ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ് കാറ്റഗറിയിൽപ്പെട്ടവർ, അവരൊക്കെ എന്ത് ചെയ്യണം, സെലക്ട് അറ്റ്ലീസ്റ്റ് 1 ഓൾ ഇന്ത്യ മെറിറ്റ് ഓപ്ഷൻ. ഇവർ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഓൾ ഇന്ത്യ മെറിറ്റ് ഓപ്ഷനെങ്കിലും സെലക്ട് ചെയ്തിരിക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും താഴെ കൊണ്ട് ഓപ്ഷനിൽ ഇടാമെന്ന് മാത്രം. ഓക്കെ. അതുപോലെ നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു കുറേ ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യാം. എത്ര ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ മോർ ഓപ്ഷൻസ് ക്യാൻ ബി ആഡഡ് യൂസിങ് ആഡ് ന്യൂ. നിങ്ങൾക്ക് ആഡ് ന്യൂ കൊടുത്താൽ ഓരോരോ ഓപ്ഷൻ ആയിട്ട് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് വിചാരിക്കുക, റിമൂവ് ബട്ടൺ ഉപയോഗിക്കാം. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൂവ് ചെയ്യാം. ഈ ഓപ്ഷൻസ് അതിന്റെ ഹയറാർക്കി, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ, അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യാൻ ബി മൂവ്ഡ് അപ്പ് ആൻഡ് മൂവ് ഡൗൺ. നിങ്ങൾക്ക് ആദ്യം ഒരു ഓപ്ഷൻ കൊടുത്തു, അടുത്ത ഓപ്ഷൻ ആഡ് ചെയ്തു, അടുത്ത ഓപ്ഷൻ ആഡ് ചെയ്തു, ഇങ്ങനെ നിങ്ങൾ 10 ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് 10 ഓപ്ഷൻ കൊടുത്തിട്ട് ഈ 10ാമത്തേന് ഒന്നാമത് കൊണ്ടുവരാം, ഒന്നാമത്തേന് 7ാമത് കൊണ്ടുവരാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മൂവ് അപ്പ് മൂവ് ഡൗൺ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ ഓപ്ഷൻസും കൊടുത്ത് എല്ലാം അതിന്റെ ഹയറാർക്കിയിലാണ് കൊടുത്തതെന്ന് ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആ പ്രിവ്യൂ കിട്ടും ഏതൊക്കെയാണെന്ന്. അതിന്റെ പ്രിന്റ് ഔട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാം, ഏതൊക്കെയാണ് നിങ്ങൾക്ക് കൊടുത്തത് എന്ന് മനസ്സിലാവാൻ വേണ്ടി. ഇനി ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ് ക്യാൻ നൗ ക്ലിക്ക് കൺഫേം. നമ്മൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് ബട്ടൺ അടിച്ച് പോയിട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇനി കാൻഡിഡേറ്റ് ക്യാൻ മോഡിഫൈ ദർ ഓപ്ഷൻ ടിൽ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. ദെൻ ആഫ്റ്റർ ക്ലോസിംഗ് ദ ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഈ ഫെസിലിറ്റി ക്ലോസ് ആയാൽ then can download the option confirmation page. അതായത് ഈ ലാസ്റ്റ് ഡേറ്റിന് ശേഷം നിങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ പേജ് എടുത്താലും മതി. പക്ഷേ ഓപ്ഷൻ കൺഫർമേഷൻ പേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. റൈറ്റ്. ഇനി നോ മോഡിഫിക്കേഷൻ വിൽ ബി പെർമിറ്റഡ് ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ചേഞ്ചും അതിൽ വരുത്താൻ സാധിക്കില്ല. ഇനി ആ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. സിവിൽ എഞ്ചിനീയറിംഗ്,
അത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റ് തൃക്കാക്കര ക്യാമ്പസിലുണ്ട്, സ്റ്റേറ്റ് മെറിറ്റ് കുട്ടനാട് ക്യാമ്പസിലുണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റ് തൃക്കാക്കരയിലുണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റ് കുട്ടനാട് ക്യാമ്പസിലുണ്ട്, അതേപോലെ NRI ഉണ്ട് തൃക്കാക്കരയിൽ, NRI കുട്ടനാട്. അതായത് ഈ രണ്ട് ക്യാമ്പസിലും തൃക്കാക്കര ക്യാമ്പസിലും കുട്ടനാട് ക്യാമ്പസിലുമായിട്ട് സ്റ്റേറ്റ് മെറിറ്റും ഉണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റും ഉണ്ട്, NRIയും ഉണ്ട്. ഇപ്പൊ ഇതിൽ എത്താൻ നല്ലതെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് മെറിറ്റ് ആദ്യം വെക്കുക, ഫീസ് കുറവാണ്. അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ മെറിറ്റ് വെക്കുക, അത് കഴിഞ്ഞിട്ട് NRI വെക്കുക. എനിക്ക് കിട്ടാൻ സാധ്യത NRI ആണെന്ന് കരുതി NRI കൊണ്ട് ആദ്യം വെക്കണ്ട. NRI നിങ്ങൾ എവിടെ വെച്ചാലും കിട്ടും. അപ്പൊ ഫീസ് കുറഞ്ഞത് താഴേക്ക് ഇടുക, ഫീസ് കുറഞ്ഞത് മേലേക്ക് വെക്കുക, ഫീസ് കൂടിയത് താഴേക്ക് ഇടുക. ഇനി CS ആണ് നിങ്ങൾ നോക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ ബിടെക് CS സ്റ്റേറ്റ് മെറിറ്റ് തൃക്കാക്കരയിലുണ്ട്, കുട്ടനാടും സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റ് 2 സ്ഥലത്തുമുണ്ട്, അതുപോലെ NRIയും 2 സ്ഥലത്തുമുണ്ട്. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെയാണ്. നിങ്ങൾ ഈ ബിടെക് കൊടുത്തു, ബിടെക്കിന് ശേഷം ഇപ്പൊ നിങ്ങൾക്ക് തൃക്കാക്കര ക്യാമ്പസിൽ ബിടെക് കിട്ടിയാൽ കൊള്ളാം, തൃക്കാക്കര ക്യാമ്പസിൽ ബിടെക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് തൃക്കാക്കരയിൽ CS ആണ് വേണ്ടത്, സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് CS ആണ് വേണ്ടതെങ്കിൽ ഇതിന്റെ രണ്ടാമത് കൊണ്ട് വേണമെങ്കിൽ ഈ ഓപ്ഷൻ വെക്കാം. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റേറ്റ് മെറിറ്റ് കുട്ടനാട് വയ്ക്കാം. അതിനുശേഷം ഓൾ ഇന്ത്യ. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മൂവ് ഡൗണും മൂവ് ബാക്കും ഒക്കെ ചെയ്യാം. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് EC, അത് തൃക്കാക്കര ക്യാമ്പസിലും കുട്ടനാട് ക്യാമ്പസിലുമായിട്ടാണ്. എല്ലായിടത്തും സ്റ്റേറ്റ് മെറിറ്റും ഉണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റും ഉണ്ട്, NRIയും ഉണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നോക്കാം. അതും തൃക്കാക്കര കുട്ടനാട് ക്യാമ്പസുകളിലായിട്ട് സ്റ്റേറ്റ് മെറിറ്റ് 2 ഓൾ ഇന്ത്യ മെറിറ്റ് 2 NRI 2 ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തൃക്കാക്കര ക്യാമ്പസിൽ സ്റ്റേറ്റ് മെറിറ്റും ഉണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റും ഉണ്ട്, NRIയും ഉണ്ട്, കുട്ടനാടില്ല. ഇനി ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IT തൃക്കാക്കര ക്യാമ്പസിലും കുട്ടനാട് ക്യാമ്പസിലും ഉണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ സ്റ്റേറ്റ് മെറിറ്റും ഉണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റും ഉണ്ട്, NRIയും ഉണ്ട് ഈ 2 ക്യാമ്പസിലും. ഇനി സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് കോഴ്സ്, അതിൽ ബിടെക് അത് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളാണ്, ശ്രദ്ധിച്ചോളുക. തൃക്കാക്കര ക്യാമ്പസിൽ മാത്രമാണുള്ളത് സ്റ്റേറ്റ് മെറിറ്റ്, ഓൾ ഇന്ത്യ മെറിറ്റ്, NRI. ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോളിംഗ് എഞ്ചിനീയറിംഗ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എന്നുള്ളത് തൃക്കാക്കര ക്യാമ്പസിൽ മാത്രമാണ്. അത് NRIയും നോർമൽ മെറിറ്റും സ്റ്റേറ്റ് മെറിറ്റും അവിടെ തൃക്കാക്കരയിൽ മാത്രമാണുള്ളത്. പിന്നെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അത് ബിടെക് പ്രോഗ്രാം തൃക്കാക്കരയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് അത് ബിടെക് കോഴ്സ് മാത്രമാണ്. അത് തൃക്കാക്കര, അത് ലാറ്ററൽ എൻട്രി ഇല്ല കേട്ടോ, ബിടെക് കോഴ്സ് മാത്രമാണ്. ഇനി അത് തൃക്കാക്കര ക്യാമ്പസിൽ മാത്രമാണ്, നോർമൽ മെറിറ്റിലുമുണ്ട്, NRIയിലുമുണ്ട്. ഇത്രയുമാണ് അവിടെയുള്ള കോഴ്സുകൾ. അപ്പൊ ഇതിന്റെ ഫീസ് ഷെഡ്യൂളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിയാൽ അതിന്റെ ഫീസ് ഓരോന്നിന്റെ ഡീറ്റെയിൽ കാണാം. പ്രോസ്പെക്ടസ് കുസാറ്റിന്റെ സൈറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കുസാറ്റിന്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ലോഗിൻ ഉണ്ട്. ഈ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം. നേരെ തിരിച്ച് ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് റാങ്ക്, കഴിഞ്ഞ വർഷത്തെ ഓരോ ക്യാമ്പസിലെ ഓരോ കോഴ്സിന്റെ ലാസ്റ്റ് റാങ്ക് കാണാം, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണാം, ഇതൊക്കെ കാണാം. ഈ ലാസ്റ്റ് റാങ്ക് കാണാൻ വേണ്ടി നിങ്ങൾ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുറെ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ലാസ്റ്റ് റാങ്ക് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ചിലും ഓരോ ക്യാമ്പസിലും ഒക്കെ ഉള്ള ലാസ്റ്റ് റാങ്ക് കാണാം, റാങ്ക് ലിസ്റ്റ്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണാം. ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഇപ്പോഴും സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ലാസ്റ്റ് റാങ്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ കുസാറ്റിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് ചെയ്യേണ്ട സ്റ്റെപ്സും എങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് കണ്ടുപിടിക്കേണ്ടതെന്നും അവിടുത്തെ കോഴ്സുകൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു അപ്ഡേറ്റ് കുസാറ്റിൽ നിന്ന് വരുമ്പോൾ ഞാനത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.